നമസ്കാരം, ഞാൻ ഡോക്ടർ മോണിക്ക. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് കാലുകളിലേക്കുള്ള രക്തയോട്ടം ശരിയായ രീതിയിൽ നടക്കാനും കാലുകളിലെ വേദന, നീർക്കെട്ട് തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ ശരീരമാസകലമുള്ള നീർക്കെട്ട് ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് ഒരു വെള്ളം തിളപ്പിച്ച് അതിൽ കാല് മുക്കി വെക്കുന്ന ഒരു മെത്തേഡാണ് ഇന്ന് പറയുന്നത്. ഇത് മാത്രമല്ല, ഇങ്ങനെ കാല് വെള്ളത്തിൽ മുക്കി വെക്കാൻ പറ്റാത്തവർക്ക് മറ്റൊരു രീതിയും കൂടിയിട്ട് നമുക്ക് പുറമെ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയും കൂടിയിട്ട് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ വളരെയധികം ഗുണകരമാണ്. കാരണം ഇത് ഞരമ്പുകളുടെ വേദനകളാണെന്നുണ്ടെങ്കിലും അതുപോലെ മസിൽ പിടുത്തത്തിന്റെ പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, നിങ്ങൾക്ക് നടക്കാൻ ഏറെ ദൂരം നടക്കുന്ന സമയത്ത് കാലുകൾക്ക് വേദനകൾ അമിതമായിട്ട് വരിക, എവിടെയെങ്കിലും ഇരുന്നാൽ മതി എന്ന് തോന്നുക, സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ടായിട്ട് തോന്നുക, വേദന അനുഭവപ്പെടുന്നവർക്ക്, മുട്ടുവേദന അനുഭവപ്പെടുന്നവർക്ക്, നടുവിനുണ്ടാവുന്ന വേദനകൾ അനുഭവപ്പെടുന്നവർക്ക്, ഇങ്ങനെ വ്യത്യസ്ത രീതികളിലുള്ള ശരീരത്തിലെ വേദനകൾ അകറ്റാനായിട്ട് ഏറെ ഗുണവത്തായിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണിത്. അതിനാൽ തന്നെ വീഡിയോ ലാസ്റ്റ് വരെയും കാണാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ പ്രധാന ചേരുവ എന്ന് പറയുന്നത് കടുക്കയാണ്. സംസ്കൃതത്തിൽ ഹരീതകി എന്ന് പറയാറുണ്ട്. ആയുർവേദത്തിൽ ഒരുപാട് ഔഷധങ്ങളുടെ പ്രധാന കൂട്ട് തന്നെയാണ്. ഈ ഒരു ഹരീതകി നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് പല വ്യത്യസ്ത രീതികളിലാണ്, വ്യത്യസ്ത കാര്യങ്ങൾക്ക് വേണ്ടി. ഉദാഹരണത്തിന് ഉദര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഉപയോഗിക്കാറുണ്ട്, ലിവർ ഡീടോക്സിഫിക്കേഷന് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ കരളിന്റെ ആരോഗ്യം മെച്ചപ്പെടാൻ വേണ്ടും ശുദ്ധീകരിക്കാൻ വേണ്ടും ഉപയോഗപ്പെടുത്താറുണ്ട്. അതുപോലെ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്താറുണ്ട്. കൂടെ തന്നെ ഉദര സംബന്ധമായിട്ടുള്ള ഗ്യാസ്, അസിഡിറ്റി, മലബന്ധത്തിന്റെ പ്രശ്നങ്ങൾ, നമ്മുടെ കുടലില് മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുന്ന പ്രശ്നങ്ങൾ, ഇവയൊക്കെ തന്നെ പ്രോപ്പറായിട്ട് നീക്കം ചെയ്യാൻ വേണ്ടിയിട്ടും മലശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടും ഏറ്റവും ഗുണവത്തായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കടുക്ക എന്ന് പറയുന്നത്. ഇതൊക്കെ വ്യത്യസ്ത രീതികളിലാണ്. അപ്പൊ ആദ്യം നമുക്ക് ഒരു പെയിൻ മാറാൻ വേണ്ടിയിട്ട്, വേദനകൾ അകറ്റാൻ വേണ്ടിയിട്ട് രണ്ട് വ്യത്യസ്ത രീതികളിലാണ് പറയുന്നത്. അതിനുശേഷം നമുക്ക് ഓരോന്നും ഏത് രീതികളിലാണ് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്തേണ്ടത് എന്നുള്ളത് വളരെ ചുരുക്കത്തിൽ തന്നെ ഞാൻ പറയുന്നതാണ്. അപ്പൊ ആദ്യം വേദനകൾ അകറ്റാൻ വേണ്ടിയിട്ട് ഏത് രീതിയിലാണ് കടുക്കേനെ ഉപയോഗപ്പെടുത്തേണ്ടത് എന്നുള്ളതാണ്. നമ്മൾ അങ്ങാടിക്കടകളിൽ വളരെ എളുപ്പത്തിൽ ഇതിന്റെ റോ ആയിട്ടുള്ള കടുക്ക കിട്ടും. നിങ്ങൾക്ക് അത് കിട്ടാത്തവരാണെന്നുണ്ടെങ്കിൽ ഹരിതകി ചൂർണം എന്നുള്ള രീതിയിൽ ആയുർവേദ ഏത് ഷോപ്പ് ചോദിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ആ ഹരിതകി ചൂർണം ലഭിക്കുന്നതാണ്. അതും നമുക്കിതിന് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നതാണ്. ആദ്യം കാല് മുക്കി വെക്കുന്ന മെത്തേഡാണ് പറയുന്നത്. ഇതിനു വേണ്ടിയിട്ട് നമുക്ക് കാല് മുക്കി വെക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെക്കുക. തിളപ്പിക്കാൻ വെക്കുന്ന സമയത്തേക്ക് കടുക്കയിൽ നിന്നും 2 അല്ലെങ്കിൽ 3 എണ്ണം മാത്രം ഈ ഒരു വെള്ളത്തിനകത്തേക്ക്, തിളപ്പിക്കുന്ന വെള്ളത്തിനകത്തേക്ക് ഇടുക. അതിനൊപ്പം തന്നെ പ്ലാവില നിങ്ങളുടെ വീടുകളിൽ അടുത്തൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ പ്ലാവില ഉപയോഗപ്പെടുത്തുന്നത് നല്ലതാണ്. പഴുത്ത പ്ലാവില എടുക്കുന്നതാണ് നല്ലത്. ഈ പഴുത്ത പ്ലാവില ചെറുതായി മുറിച്ച് ഇതിനകത്തേക്ക് ഇടുക. പുളിയില കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പുളിയില ഇടാവുന്നതാണ്. ഈ വാദം കൊല്ലി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചെടിയുണ്ട്. ഈ വാദം കൊല്ലിയുടെ ഇലകളിൽ കിട്ടുകയാണെങ്കിൽ അതും ഗുണകരമാണ്. ഇല്ലെങ്കിൽ മുരിങ്ങയിലയാണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അതും ഇടാൻ പറ്റുന്നതാണ്. ഈ പറഞ്ഞിട്ടുള്ള ഇലകളിൽ നിങ്ങൾക്ക് എത്രത്തോളം കിട്ടുന്നുണ്ടോ അത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. എല്ലാം ഒരു 2 or 3 അല്ലെങ്കിൽ മുരിങ്ങയിലേക്ക് ഒരു പിടി അനുസരിച്ചാണ് ഇടേണ്ടത്. ഇങ്ങനെ ഈ ഒരു വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെക്കുന്നതിനകത്തേക്ക് ഇട്ട് വെക്കുക. ഈ ഒരു ഔഷധങ്ങളുടെ ഒക്കെ തന്നെ ബെനിഫിറ്റ്സ് ആ വെള്ളത്തിലേക്ക് ഇറങ്ങി ചെല്ലാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് തിളപ്പിക്കാൻ പറയുന്നത്. എന്നിട്ട് ഈ ഒരു വെള്ളം ഒന്ന് ചെറുതായിട്ട്, നമുക്ക് കാല് മുക്കി വെക്കാൻ ആവശ്യമായിട്ടുള്ള ചൂടുണ്ട് എന്ന് നോക്കിയിട്ട് മാത്രമാണ് ഇത് വെക്കേണ്ടത്. കാല് പൊള്ളിക്കാൻ പാടുള്ളതല്ല. കാരണം ഇത് എടുത്തു പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാലിലേക്കുള്ള രക്തയോട്ടം കുറഞ്ഞവർക്കും ബലക്കുറവ് അനുഭവപ്പെടുന്നവർക്കും ഒക്കെ തന്നെ പൊതുവെ കാണുന്നത് അവർക്ക് മരപ്പ് അമിതമായിട്ട് വരുന്നു, അല്ലെങ്കിൽ സെൻസേഷൻ മനസ്സിലാവാതിരിക്കുക, ചൂട്, തണുപ്പ് തുടങ്ങിയിട്ടുള്ളതൊക്കെ തന്നെ അവർക്ക് വളരെ വൈകിയാണ് മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ കാലൊരിക്കലും പൊള്ളിക്കരുത്. പൊള്ളിക്കാത്ത രീതിയിലുള്ള ചൂട് മാത്രം എടുക്കുക. എന്നിട്ട് ഇതിനകത്തേക്ക് നിങ്ങൾക്ക് കുറച്ച് ഇന്ദുപ്പോ ഇല്ലെങ്കിൽ കല്ലുപ്പോ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഒരു ചെറിയ പിടി കല്ലുപ്പോ അല്ലെങ്കിൽ ഇന്ദുപ്പോ ഈ ഒരു വെള്ളത്തിനകത്തേക്ക്, ചൂടുവെള്ളത്തിനകത്തേക്ക് ഇടുക. എന്നിട്ട് കാല് മുക്കി വെക്കുക. മുക്കി വെച്ച് ഒരു 10 തൊട്ട് 15 മിനിറ്റ് വരെയാണ് കാല് മുക്കി വെക്കേണ്ടത്. അതിനുശേഷം നിങ്ങൾക്ക് മാറ്റാവുന്നതാണ്. ഇത് വളരെ എഫക്റ്റീവായിട്ട് നിങ്ങളുടെ വേദനകൾ അകറ്റാനും നീർക്കെട്ടുകൾ അകറ്റാനും ഒക്കെ തന്നെ ഗുണകരമായിട്ട് സാധിക്കുന്നതാണ്. ഈ കാൽപാദത്തിലേക്കോ അല്ലെങ്കിൽ മുട്ടിലേക്കോ ഒന്നും അല്ല നിങ്ങൾക്ക് വേദന അമിതമായിട്ട് വരുന്നത് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എവിടെയാണോ വേദന ഉള്ളത് ഇതേ വെള്ളത്തിൽ തന്നെ നമുക്ക് തോർത്തിൽ മുക്കിക്കൊണ്ട് നമ്മുടെ ശരീരമാസകലം നമുക്ക് തുടച്ചു കൊടുക്കാൻ പറ്റും. ഇല്ലെങ്കിൽ ഈ വെള്ളം കൊണ്ട് കുളിക്കുന്നതും ഗുണകരമാണ്. ഇങ്ങനെ ചെയ്യുന്നതും ഈ പറഞ്ഞിട്ടുള്ള വേദനകൾ അകറ്റാനും നീർക്കെട്ടുകൾ അകറ്റാൻ വേണ്ടി വളരെയേറെ ഗുണകരമാകുന്നതാണ്. ഇത് ഒരു മെത്തേഡാണ്. ഈ രീതിയിൽ നിങ്ങൾക്ക് ചെയ്തു പോകാം എന്ന് കരുതി എല്ലാ ദിവസവും ഇത് ഉപയോഗിക്കണം എന്നുള്ളതല്ല. ആഴ്ചയിൽ 2 തവണ മാത്രമാണ് ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. ഇനി അടുത്തൊരു മെത്തേഡ് എന്ന് പറയുന്നത്, ഇതും നമുക്ക് മണലിന്റെ സഹായത്തോടു കൂടിയിട്ടാണ് ചെയ്യുന്നത്. ഇനി പലർക്കും കാലിലെ ബലക്കുറവ് മാത്രമായിരിക്കില്ല അവരുടെ പ്രശ്നങ്ങൾ, തരിപ്പ്, മരവിപ്പ് തുടങ്ങിയിട്ടുള്ള ബുദ്ധിമുട്ടുകളും കൂടിയിട്ട് അവരെ അലട്ടുന്നുണ്ടാവും. ഇങ്ങനെയുള്ളവർക്ക് വളരെ ഗുണകരമായിട്ട് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു മെത്തേഡ് എന്ന് പറയുന്നത്
കടുക്ക നമ്മൾ ഏകദേശം നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന 2 പിടി കടുക്ക എടുക്കുക. ഇത് ഒന്ന് ചതച്ചെടുത്തിട്ടുള്ള കടുക്കയാണ് എടുക്കേണ്ടത്. അങ്ങാടി കടകളിലൊക്കെ തന്നെ വളരെ എളുപ്പത്തിലും അമിതമായിട്ടുള്ള റേറ്റും കാര്യങ്ങളൊന്നും ഇല്ല, വളരെ എല്ലാവർക്കും തന്നെ വാങ്ങാൻ കഴിയുന്ന റേറ്റ് മാത്രമേ ഉള്ളൂ. 2 പിടി അളവായിട്ടുള്ള കടുക്ക ചതച്ചതാണ് നമ്മൾ എടുക്കേണ്ടത്. എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ ചേർക്കുന്നത് 2 പിടി അളവായിട്ടുള്ള മണലും കൂടിയിട്ടാണ്. പൂഴി മണലാണ് എടുക്കുന്നത് ഏറെ ഗുണകരമായിട്ടുള്ളത്. ഇപ്പൊ 2-3 പിടി മണൽ എടുക്കാം. അതിനൊപ്പം തന്നെ 1 പിടി അളവായിട്ടുള്ള ഇന്ദുപ്പും കൂടി ചേർക്കേണ്ടതാണ്. ഈ 3 ചേരുവയും കൂടിയിട്ട് പഴയ ഒരു ചീൻചട്ടിയോ പഴയ പാത്രമോ എടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കേണ്ടതാണ്. ഇത് ചൂടായി കിട്ടണം. ഒന്ന് വറുത്ത് ചൂടാക്കി എടുക്കാം. നന്നായി ചൂടാവുന്ന സമയത്തേക്ക് ഒരു ന്യൂസ് പേപ്പർ, നമ്മൾ ഇരിക്കുന്നതിൻ്റെ അല്ലെ കസേരയിലാണ് അതിൻ്റെ താഴെയായിട്ട് ഒരു ന്യൂസ് പേപ്പർ വിരിച്ചു വെക്കുക. അതിനകത്തേക്ക് ഈ പറഞ്ഞിട്ടുള്ള ചേരുവ നിരത്തിയിടുക. അതിന് പുറമെ ഒരു ന്യൂസ് പേപ്പറും കൂടി വെക്കുക. എന്നിട്ട് നമ്മുടെ കാലുകളുടെ ഉപ്പൂറ്റുകൊണ്ട് അതിന് പുറമെ ആയിട്ട് അമർത്തി, ഒത്തിരി സമയം വെക്കുക എന്നുള്ളതല്ല, അമർത്ത എടുക്കുക തുടങ്ങിയിട്ടുള്ള രീതിയിൽ, അതായത് നമ്മൾ ആ ഒരു ചൂട് മുഴുവനായിട്ടുമുള്ള രീതിയിൽ കയറുക എന്നുള്ളതല്ല, അമർത്ത എടുക്കുക തുടങ്ങിയിട്ടുള്ള രീതിയിൽ അതുപോലെ നിങ്ങൾ ഒരു 10 തൊട്ട് 15 മിനിറ്റ് വരെ ചെയ്തുകൊണ്ടിരിക്കുക. ഇത് ഉപ്പൂറ്റി സംബന്ധമായിട്ടുള്ള വേദനകൾ, അതുപോലെ കാലിലേക്ക് തരിപ്പ് മരവിപ്പ് തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾ, സെൻസേഷൻ മനസ്സിലാവാതിരിക്കുക തുടങ്ങിയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറ്റാൻ ഏറെ ഗുണകരമാണ്. ഇനി നിങ്ങൾക്ക് കാലുകളിലേക്കല്ല കൈകൾക്കും ഒക്കെ തന്നെ ഈ വേദനകളൊക്കെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ചേരുവ ഒരു തുണിയിലാക്കിയിട്ട് കിഴിയാക്കിയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് പിടിക്കാം. ഈ കിഴി പിടിക്കുന്ന സമയത്ത് ഈ ചട്ടിയിൽ ബാക്കിയായിട്ടുള്ള കുറച്ച് ചേരുവ, അതായത് മണലായിക്കോട്ടെ, മണൽ കുറച്ച് ഏറെ എടുത്തിട്ട് അതൊന്ന് വറുത്ത് അതിൻ്റെ ചൂടോട് കൂടിയിട്ട് വേണം നമുക്ക് ശരീരത്തിൽ ഉണ്ടാവുന്ന മറ്റു പല ഭാഗങ്ങളിൽ ഈ ഒരു കിഴി പിടിക്കാൻ വേണ്ടിയിട്ട്. ഇതും ഒരു 10 തൊട്ട് 15 മിനിറ്റ് വരെയാണ് ദിവസവും നമ്മൾ ചെയ്യേണ്ടത്. ഇത് എല്ലാ ദിവസവും എന്നുള്ള രീതിയിൽ 7 ദിവസം വരെ കണ്ടിന്യൂ ചെയ്യേണ്ടതാണ്. വളരെ ഗുണകരമായിട്ടുള്ള റിസൾട്ടുകൾ നൽകുന്നതാണ്, പ്രത്യേകിച്ച് ആമവാദ കണ്ടീഷൻസുകൾക്ക്. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ഭാഗത്തെ വേദന, നീർക്കെട്ട് മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ അകറ്റാനും ശരിയായ രീതിയിൽ രക്തയോട്ടം നടത്താൻ വേണ്ടിയും സഹായകരമാകുന്ന ഒരു രീതിയാണ്. ഇങ്ങനെ 2 വ്യത്യസ്ത രീതികളിൽ നിങ്ങൾക്ക് വേദന ഉള്ള ഭാഗത്തും നീർക്കെട്ടുള്ള ഭാഗത്തും ഈ ഒരു കടുക്കേനെ ഉപയോഗപ്പെടുത്താൻ പറ്റുന്നതാണ്. ഇനി ഈ ഒരു കടുക്ക എന്ന് പറയുന്നത് ഈ ഒരു വേദനകൾ അകറ്റാൻ മാത്രമായിട്ടുള്ളതല്ല, നമ്മുടെ ഉദര സംബന്ധമായിട്ടുള്ള പ്രത്യേകിച്ച് മലബന്ധത്തിന്റെ പ്രശ്നങ്ങൾ അകറ്റാൻ ഏറെ ഗുണവത്തായിട്ടുള്ളതാണ്. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത്, കടുക്ക നിങ്ങൾ റോ ആയിട്ട് എടുക്കുന്നതിന് പകരമായിട്ട് കടുക്കയുടെ പൊടിയായിട്ടുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഹരിതകി പൗഡർ എന്നുള്ള രീതിയിൽ, ഹരിതകി ചൂർണം എന്നുള്ള രീതിയിൽ ആയുർവേദ ഷോപ്പുകളിൽ അവൈലബിൾ ആയിട്ട് കിട്ടുന്നതാണ്. ഇതിൽ നിന്നും 1 സ്പൂൺ അളവായിട്ടുള്ള പൊടി എടുത്ത് ചെറു ചൂടുവെള്ളത്തിൽ ചേർത്ത് രാത്രിയിൽ ഉറങ്ങുന്നതിന് അരമണിക്കൂർ മുന്നേ ആയിട്ട് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ എണീക്കുമ്പോൾ തന്നെ വയറ് പൂർണ്ണമായിട്ടും ക്ലീൻ ആവാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന മാലിന്യങ്ങളൊക്കെ തന്നെ പുറന്തള്ളപ്പെടാൻ വേണ്ടിയിട്ടും ഗുണകരമാകുന്നതാണ്. ഇതേ രീതികൾ തന്നെയാണ് നമ്മുടെ ലിവറിന്റെ അല്ലെങ്കിൽ കരളിന്റെ ആരോഗ്യത്തിനെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടും ഉപയോഗപ്രദമാക്കുന്നത്. ആസ്മ പോലുള്ള കണ്ടീഷൻസുകളിൽ, തലവേദനകൾക്ക്, അതുപോലെ സ്കിൻ കണ്ടീഷൻസുകളിലും ഒക്കെ തന്നെ വളരെ ഗുണവത്തായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇനി ഈ വയറ് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു രീതി എന്ന് പറയുന്നത്, ഈ ഒരു ഹരിതകി ചൂർണത്തിൽ നിന്നും 1 സ്പൂൺ അളവായിട്ടുള്ള പൊടിയെടുക്കുക. അതിനകത്തേക്ക് അതേ 1 സ്പൂൺ അളവായിട്ടുള്ള ശർക്കരയും കൂടി ചേർക്കേണ്ടതാണ്. രണ്ടും കൂടി മിക്സ് ചെയ്ത് ഒരു കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് ഇത് നമ്മൾ ചവച്ചരച്ച് കഴിക്കുക എന്നുള്ളതാണ്. ഇത് രാത്രി കിടക്കുന്നതിന് മുന്നെയാണ്. പുറമെ ചെറു ചൂടുവെള്ളം കൂട്ടിയിട്ട് കുടിക്കേണ്ടതാണ്. ഇതും രാവിലെ എണീക്കുന്ന സമയത്ത് വയറ് ക്ലീൻ ആവാനും ശരിയായിട്ടുള്ള ശോധന നടക്കാൻ വേണ്ടിയിട്ടും ഒപ്പം തന്നെ മാലിന്യങ്ങൾ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടും സഹായകരമാകുന്ന ഒരു രീതിയാണ്. ഇത് മുടിയുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട്, സ്കിന്നിന്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടൊക്കെ തന്നെ തിളപ്പിച്ചിട്ട് ആ വെള്ളം കൊണ്ട് തല കഴുകുന്നത് ഡാൻഡ്രഫ് പോലെയുള്ള ബുദ്ധിമുട്ടുകൾ അകറ്റാൻ, താരൻ പോലെയുള്ള ബുദ്ധിമുട്ടുകൾ അകറ്റാൻ നല്ലതാണ്. മറ്റൊന്ന്, സ്കിന്നിൽ ഉണ്ടാവുന്ന പലതരത്തിലുള്ള ഇൻഫെക്ഷൻ കണ്ടീഷൻസ്, പ്രത്യേകിച്ച് മുഖക്കുരു അമിതമായിട്ടുള്ളവർക്ക് മുഖത്ത് പൊട്ടുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവാം, അവർക്ക് പഴുപ്പ് വരുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇതൊക്കെ കുറയ്ക്കാൻ വേണ്ടി ഏറെ ഗുണകരമാകുന്ന ഒരു രീതിയാണ്. ഇതിന്റെ പേസ്റ്റ് നമ്മൾ മുഖത്ത് തേക്കുന്നതും മുഖകാന്തി വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ടും ഗുണകരമാണ്. ഇങ്ങനെ വ്യത്യസ്ത രീതികളിൽ കടുക്കേനെ ഉപയോഗപ്പെടുത്താൻ പറ്റുന്നതാണ്. പ്രധാനമായിട്ടും ത്രിഫല ചൂർണത്തിലാണ് കടുക്ക അടങ്ങിയിട്ടുള്ളത്. ഇതും ഈ ഒരു ത്രിഫല ചൂർണം കഴിക്കുന്നതും നമുക്ക് എല്ലാ തരത്തിലുള്ള ബെനിഫിറ്റ്സുകൾ നൽകാനും സഹായകരമാകുന്നതാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഗുണകരമായി എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഒരുപാട് ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് കാണാം. നന്ദി.